ഒരു രാജ്യത്തിന്റെ കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് തീരുമാനിക്കുന്ന പ്രധാനപ്പെട്ട ഫാക്ടറുകളിൽ ഒന്നാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. എന്താണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ എബ്രോഡുള്ള അല്ലെങ്കിൽ ബാക്കി രാജ്യങ്ങളുമായിട്ടുള്ള സ്പെൻഡിങ്ങും ഏണിങ്ങിന്റെയും ഡിഫറൻസ് ആണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്. അത് കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിന്റെ കോംപ്രഹെൻസീവ് ആയിട്ടുള്ള എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. അത് കോംപ്രഹെൻസീവ് എന്ന് പറയുമ്പോൾ കാര്യം ട്രേഡ് മാത്രമല്ല, അതിനകത്ത് സർവീസും വരും. അതുകൊണ്ടാണ് നമ്മൾ ഒരു രാജ്യത്തിന്റെ എബ്രോഡ് സ്പെൻഡിങ് ആൻഡ് ഏണിംഗ് എന്ന് പറഞ്ഞത്. ഈ ഏണിങ്ങിന്റെയും ഈ സ്പെൻഡിങ്ങിന്റെയും ബാലൻസിനെയാണ് നമ്മൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുക. അതായത് ഇതിവിടെ എക്സ്പോർട്ട് ഇമ്പോർട്ടിനെക്കാളിലും കൂടുതലാണെങ്കിൽ നമ്മളൊരു ഫേവറബിൾ ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയും. അതേസമയം ഇമ്പോർട്ടാണ് എക്സ്പോർട്ടിനെക്കാളിലും കൂടുതലെങ്കിൽ, അത് സർവീസ് സെക്ടർ ആയിക്കോട്ടെ ട്രേഡ് ആക്കിക്കോട്ടെ, നമ്മൾ അതൊരു ഇൻഫേവറബിൾ അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയും.